Hello, my dear students, and welcome to Crack It Up by Excellence Academy. നമ്മുടെ ഗേറ്റ് 2026 എക്സാം ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസ് അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും, ചിലർ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല അല്ലെ. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് February 15th of 2026 ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഓൺ എ സൺഡേ. നോർമലി സൺഡേസിലാണ് വെക്കുന്നത്. ആൻഡ് നമ്മുടെ എക്സാം ഇവിടെ ഫോർനൂൺ ആണ്, എന്ന് വെച്ചാൽ 9:30 to 12:30 എന്ന് പറയുന്ന ടൈം ലിമിറ്റിലായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെഷൻ ഒന്ന് മാറിപ്പോയത് ഫോർനൂൺ ആണ്, രാവിലെയാണ് എക്സാം വരുന്നത്. അപ്പോ എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് സിൻസ് ദിസ് ഇസ് നവംബർ അല്ലേ, നവംബർ ആയി. അപ്പൊ നമ്മൾ പ്രിസൈസ്ലി നോക്കി നമുക്ക് 2 മാസമാണ് കറക്റ്റ് അല്ലേ, ഡിസംബർ ജാനുവരി. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ 62-day സ്റ്റഡി പ്ലാൻ ഫോർ ഗേറ്റ് 2026. അതായത് എന്തിനാണ് ഈ സ്റ്റഡി പ്ലാൻ, എന്തിനാണ് ഈ ക്രാഷ് സ്റ്റഡി പ്ലാൻ ഞാൻ പറയുന്നത്? കാരണം ഇപ്പൊ നമുക്ക് അറിയാലേ നവംബർ ആയി, പക്ഷെ ഒത്തിരി കുട്ടികൾ നമ്മുടെ ഗേറ്റ് ആപ്ലിക്കേഷൻ വിളിച്ച സമയത്തൊക്കെ നമുക്ക് എഴുതണം എന്നൊരു മോട്ടിവേഷൻ, ആ ഒരു പുഷിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷെ പല നമ്മുടെ സിറ്റുവേഷൻസ് കാരണവും പഠിച്ചെത്താൻ പറ്റിയില്ല, ഇടയ്ക്ക് ലാഗായി പോയി, കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ തോന്നിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓക്കെ. പിന്നെ എന്താണ് നമ്മുടെ ക്രാക്ക് ഇറ്റ് അപ്പ് ബൈ എക്സലൻസ് അക്കാഡമിയുടെ ലോങ് ടേം ബാച്ചിൽ ഒത്തിരി കുട്ടികളുണ്ട്. അതുപോലെ തന്നെ തന്നെത്താനെ പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ കാണും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരു റിവിഷനും കൂടെ ആയിട്ടും ഈ 2 കാര്യങ്ങൾക്കും വേണ്ടി എയിം ചെയ്താണ് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ 2 കാറ്റഗറി ഓഫ് കുട്ടികൾക്കും ഞാൻ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ നോക്കി പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യുകയും ഗേറ്റിൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് നിങ്ങളുടെ അടുത്ത ലെവൽ ഓഫ് കരിയറിലേക്ക് നിങ്ങൾക്ക് ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് പോകാനായിട്ട് ഇനിയും പറ്റും. ഓക്കെ, അപ്പൊ ഇനി സമയമായി പോയി, അയ്യോ ഇനി പഠിച്ചു തീർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിഷമിച്ച് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇപ്പൊ യു വിൽ ബി ഓൾറെഡി നോയിങ് ദിസ്. ഇപ്പൊ എന്നാലും അറിയാത്ത കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗേറ്റ് ECയുടെ എക്സാം പാറ്റേൺ ഒന്ന് പറയാം. അപ്പൊ നമ്മുടെ സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 മെയിൻ സെക്ഷൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാ? ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, നമ്മുടെ കോർ സബ്ജക്ട്സ് ഉണ്ട് അല്ലെ. അപ്പോ അതില് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്? 65 ക്വസ്റ്റ്യൻ ഉള്ളത് ഔട്ട് ഓഫ് 100 മാർക്സ് ആണ്. ആൻഡ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 year എക്സാം ആണ്, 9:30 to 12:30 വരെ. ആൻഡ് എക്സാമിന്റെ മോഡ് ഓൺലൈൻ ആണ്. ആൻഡ് നിങ്ങൾ ഇപ്പം നമ്മുടെ ഇപ്പൊ എന്താണ് ക്രാക്ക് ഇറ്റ് അപ്പ് എക്സലൻസ് അക്കാഡമിയിലെ നമ്മുടെ ഇപ്പൊ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ഗേറ്റ് 2026 ലോങ് ടേം ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നമ്മൾ എല്ലാത്തിനും ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ടെസ്റ്റ് ഇടാറുണ്ട് അല്ലെ. ഇപ്പൊ ഗേറ്റ് മോഡൽ തന്നെ അതേ രീതിയിൽ നമ്മൾ ടെസ്റ്റ് ഇടാറുണ്ട്. ആ ടെസ്റ്റിൽ തന്നെ നമുക്ക് 3 കാറ്റഗറി ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഏതൊക്കെയാണ്? നമുക്ക് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ എന്താണ് ന്യൂമറിക്കൽ ടെസ്റ്റ് ഉണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അവർ പറയാണ് ഫൈൻഡ് ദ ഗെയിൻ ഓഫ് എ കോമൺ ബേസ് ആംപ്ലിഫയർ ഗിവൺ ദിസ് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓപ്ഷനില് അവർ രജിസ്റ്റർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ മാനുവലി അവിടെ ഒരു കുഞ്ഞ് കീപാഡ് കാണും, നമ്പേഴ്സും കാണും, വി ഹാവ് ടു എൻ്റർ ദ നമ്പർ. അപ്പൊ ആ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന് അവർ എന്തിടാറില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇടാറില്ല. ആൻഡ് ഇപ്പൊ നമ്മുടെ ആപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ പോലും അങ്ങനത്തെ കൈൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ 1.6 ഇസ് ദ ആൻസർ എങ്കിൽ നമ്മളിപ്പോൾ ആൻസർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു അപ്പർ ലിമിറ്റ് ലോ ലിമിറ്റ് സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ സപ്പോസ് 1.6 ഇസ് ആൻസർ എങ്കിൽ നമ്മളൊരു 1.55 ലോവർ എൻഡും 1.65 അപ്പർ എൻഡ് ആയിട്ടും വെക്കും. ഈ ലെങ്ത് ഈ ലിമിറ്റ് കൂടുതലാവും കുറവാവും. അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് 1.55ന്റെയും 1.65ന്റെ ഇടയ്ക്കുള്ള ഏത് നമ്പർ ഇട്ടാലും ഇറ്റ് വിൽ ഗിവ് യു എ കറക്റ്റ് വാല്യൂ. ഇത് നോർമലി 2 മാർക്കിനൊക്കെ വരുന്നത് ആയത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് ചില കേസസിൽ അവർ എന്ത് ചെയ്യാറില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇടാറില്ല. പക്ഷെ MCQന് എപ്പോഴും ഉണ്ടാവും. ആൻഡ് നമ്മുടെ വെയിറ്റേജ് എങ്ങനെയാണ്? നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലെ. അപ്പൊ ആൻഡ് കറസ്പോണ്ടിംഗ്ലി 1 മാർക്ക് ആണെങ്കിൽ 0.33 നെഗറ്റീവ് മാർക്ക്, 2 മാർക്ക് ആണെങ്കിൽ 0.66 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാമിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഐഡിയ വരുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ 2025 ഗേറ്റ് എക്സാമിന് വരുന്ന സബ്ജക്ട് വൈസ് വെയിറ്റേജ് നോക്കിയേ. നമ്മുടെ ഇപ്പോൾ വെയിറ്റേജ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മാർക്കിന്റെ 30 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന്റെ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് 100 ആയിരുന്നു. ആൻഡ് എമംഗ് ദീസ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആർക്കൊക്കെയാണ് വന്നിരുന്നത് നോക്കിയേ. 15 മാർക്സ് ഫോർ ആരാണ്? ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ആർക്ക് വരും? പിന്നെ മാത്സ്. മാത്സിന്റെ ആ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ 15 to 13 ഇടയ്ക്ക് വരെ വെയിറ്റ് ചെയ്യും. 15 to 13, 14 അങ്ങനെ ഒരു വർഷം മാറി വരാറുണ്ട് എന്താണ് വെയിറ്റേജ്. അപ്പോ പക്ഷെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഈസി ആയി കിട്ടും. നിങ്ങൾ ഈവൻ ബിടെക്കിൽ പഠിക്കുന്ന ലെവലിലുള്ള ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പോലും വരത്തില്ല. ഇറ്റ് വിൽ ബി ഈസി. നമ്മൾ ഇപ്പൊ ഈ സെഷനിൽ ലാസ്റ്റ് ഞാൻ മാത്സിന് നമ്മുടെ സിലബസും പഠിക്കേണ്ട ഓർഡറും ഡേറ്റ്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും
ഈവൻ ദോ വി ഹാവ് സം 7 ചാപ്റ്റേഴ്സിനകത്ത് പഠിക്കാനുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതും ആൻഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ക്രാക്കബിൾ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് എടുത്തപ്പോഴും മാത്സ് ഞാൻ ക്ലാസ് എടുത്തപ്പോഴും നമ്മുടെ ക്രാക്കറ്റ് ആപ്പിൽ നമ്മുടെ ക്ലാസ് എടുത്തപ്പോഴും അതിൽ ഈ പറയുന്ന ക്ലാസ് ഒക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിച്ചേ അല്ലെ. അപ്പം ഏത് ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. നമ്മുടെ ആ ഒരു മാത്സിന്റെ ആ സെഷൻ മാത്രം നിങ്ങൾ കണ്ടാൽ മതി, ഈ ഒരു 13 to 15 മാർക്സ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കിട്ടും അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് ബേസിക് ആപ്റ്റിറ്റ്യൂഡ് മാത്രം പഠിച്ചാൽ മതി. സോ 15ഉം ഈ പറഞ്ഞ 15 കൂടെ ചേർത്ത് അപ്പൊ തന്നെ എന്തായി, നമുക്ക് 30 മാർക്ക് അപ്പൊ തന്നെ സെക്യൂർ ചെയ്യാം. ഓക്കെ, സോ ഓൺ ആവറേജ് ബേസിസ് 30 എന്ന് വെച്ചാൽ നിങ്ങൾ ഗേറ്റിൽ അപ്പൊ തന്നെ ക്വാളിഫൈ ആയി എന്നാണ് മീനിങ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ബോണസ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത വെയിറ്റേജ് കൂടിയത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെ. 3 സബ്ജക്ട്സ് കംപ്രൈസ് ചെയ്യുന്ന AC, DC ആൻഡ് ITC വരുന്ന 3 സബ്ജക്ട്സ് വരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അനലോഗ് സർക്യൂട്ട്സ് ഉണ്ടോ, 13 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക്, പിന്നെ കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒത്തിരി കുട്ടികളുടെ ഫേവറേറ്റ് ആണ് ആൻഡ് ഈവൻ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് കൺട്രോൾ സിസ്റ്റം. ബിക്കോസ് എന്താണ്, മെനി ഫ്ലൂയിഡ്സ് ആ വരുന്നത്, കുറെ പോൾസ് സീറോസ് അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ, ഗെയിൻ കണ്ടുപിടിക്കാൻ, സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ അല്ലെ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ഫോർ യു ഓൾസോ. ഫൈൻ, അതിന് എന്ത് ചെയ്താൽ മതി, നമുക്ക് വളരെ കുറച്ച് ഇക്വേഷൻസും കുറച്ച് പ്ലോട്ട് പഠിച്ചാൽ മതി. അനാലിസിസ് കൂടെ കഴിഞ്ഞാൽ ഈ പറയുന്ന കൺട്രോൾ സിസ്റ്റമിന്റെ വെയിറ്റേജ്, കൺട്രോളിന് എപ്പോഴും വെയിറ്റേജ് അത്യാവശ്യം കൂടുതലാട്ടോ, പക്ഷെ നിങ്ങൾക്ക് ആ മാർക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ എന്താ വരുന്നത്, പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് സർക്യൂട്ട്സ് അല്ലെ. അത് നമ്മുടെ അനലോഗ് സർക്യൂട്ട്സിന്റെ ഒരു ചേട്ടനായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് EDC ആപ്ലിക്കേഷൻ ആണ് അനലോഗ് സർക്യൂട്ട്സ്. നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പാരലൽ സബ്ജക്ട്സ് പഠിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്, നമ്മൾ EDC പഠിക്കും, EDCയിൽ നമ്മൾ എന്താണ് BJT എന്ന് പഠിക്കും, അതിന്റെ ഫാബ്രിക്കേഷൻ, അതിന്റെ കരിയർ ട്രാൻസ്പോർട്ട് മെക്കാനിസം എല്ലാം പഠിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പാരലലി ACയിൽ അനലോഗ് സർക്യൂട്ട്സ് വരുമ്പോഴോ ആ BJTയുടെ അനാലിസിസ്, സ്മോൾ സിഗ്നൽ അനാലിസിസ്, AC കപ്ലിംഗ്, അതിന്റെ ആസ് ആൻ ആംപ്ലിഫയറിന്റെ വർക്ക് ചെയ്യും, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇത് പാരലലി പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ് കേട്ടോ ഇത് രണ്ടും. ഒന്നുകിൽ EDCക്ക് കഴിഞ്ഞ് AC പഠിക്കാം, ഇല്ലെങ്കിൽ പാരലലി പഠിക്കാം. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ പാരലലി, കാരണം രണ്ടും സിമിലർ സ്റ്റെപ്സ് നമ്മൾ പഠിക്കുന്ന ഏറെക്കുറെ. BJT മോസ്ഫെറ്റ് രണ്ടിലും വരുന്നത്, ഡയോഡും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് വരും, നെറ്റ്വർക്ക് തിയറിയും ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും അല്ലെ. നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ് ഹാസ് എ വെയിറ്റേജ് ഓഫ് 6. പിന്നെ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മാർക്ക് 6 ആണ്. പലരും ഇലക്ട്രോമാഗ്നറ്റിക് തിയറി കേൾക്കുമ്പോൾ തന്നെ അയ്യോ പഠിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ പേടി സ്വപ്നം എന്നുള്ള രീതിയിലാണ് കുട്ടികളൊക്കെ സാധാരണ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്ട് അത്രയും നിങ്ങൾക്കൊരു ഡ്രമാറ്റിക് മെമ്മറി ആയിട്ട് വരുന്നതിന്റെ റീസൺ എന്താന്ന് പറയുമ്പോൾ, ഇറ്റ് ബേസിക്കലി ഗോസ് ടു റൂട്ട്. അതായത് നിങ്ങൾക്ക് ബേസിക്സ് അറിയാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ എന്താന്ന് പറയുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ കോളേജിൽ ബിടെക്കിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്ട് ഒരു സെമസ്റ്ററിൽ പഠിപ്പിച്ച് തീർക്കുകയെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ വെരി ബിഗ് ടാസ്ക് ആണ് അല്ലെ. അപ്പൊ ആ ടാസ്കിനിടയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലി അറ്റൻഷൻ കൊടുത്തിട്ട് ഈ പറഞ്ഞ സബ്ജക്റ്റിന്റെ ബേസിക്സ് ഫ്രം ദ ബേസിക് കോർഡിനേറ്റ് സിസ്റ്റം തിയറി തൊട്ട് പഠിപ്പിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പ്രോപ്പർ ബേസ് കിട്ടാണ്ട് ഡയറക്ട്ലി കൂളംസ് ലോ, ഗോസസ് ലോ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും എന്ത് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഫണ്ടമെന്റൽ കിട്ടാണ്ടായി പോകും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഗോഷ്യൻ ലോ തന്നെ പറയുമ്പോൾ സൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡോട്ട് ds അല്ലേ. സൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡോട്ട് ds നമ്മൾ പറയും അല്ലെ. ഫ്ലക്സ് ഡോട്ട് ds ഇതാണ് നമ്മുടെ ടോട്ടൽ ഫ്ലക്സ് ത്രൂ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ ഇന്റഗ്രൽ ഡി ഡോട്ട് ds എന്ന് പറയുന്ന സാധനം ഇതെന്താണ്, ഇതെന്താ ചെയ്യുന്നത്, ഈ ds എന്താണ്, ആ സർഫസ് എന്താണ്, ആ ഫ്ലക്സ് എന്താണ്, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഇതിന്റെ ഓരോന്നിന്റെ മീനിങ് എന്താണ് കേൾ, എന്താണ് ഡൈവേർജൻസ്, ബേസിക് കോർഡിനേറ്റ് സിസ്റ്റം തിയറി ഒക്കെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് EMT ഒന്നും മനസ്സിലാവത്തില്ല, അത് ഉറപ്പാ. അത് ആർക്കായാലും അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും EMT എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം ഒത്തിരി ടൈം ഡെഡിക്കേറ്റ് എടുത്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഒട്ടുമേ EMT അറിയാത്ത കുട്ടിയാണെങ്കിൽ പോലും ആ ക്ലാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന സാധാരണ നമ്മുടെ എന്താണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഇല്ലേ, XYZ, അതിൽ ഒരു പോയിന്റ്, ഒരു XYZ സിസ്റ്റം വന്നാൽ അതിൽ എങ്ങനെ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണല്ലേ, ഇതൊരു വെക്ടർ ആണ്. ആ വെക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആസ് വെൽ. അത് റെപ്രസെന്റ് ചെയ്തിട്ട് അതിന്റെ വെക്ടർ ഇക്വേഷൻ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ, കോമ്പണന്റ് ഇക്വേഷൻ, അങ്ങനെ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ല എങ്കിൽ പോലും എന്റെ EMT ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന 6 മാർക്ക് എഴുതാൻ പറ്റും. ഓക്കെ, യു ഹാവ് മൈ ഗ്യാരണ്ടി ഓൺ ദാറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ EMTയുടെ ആ ഒരു എന്താണ് ഫസ്റ്റ് ക്ലാസ് ഒരു ഡെമോ ക്ലാസ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ അടിയിൽ ഈ വീഡിയോയുടെ അണ്ടറിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആ ക്ലാസ് കാണണം, ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഗോ ആൻഡ് സീ ദാറ്റ് ക്ലാസ്. ഓക്കെ, യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ, അതിനുശേഷം ലെറ്റ് മീ നോ ഓഫ് യുവർ റിവ്യൂ ആസ് വെൽ.
ആൻഡ് മോർ ക്ലാസ്സസ്, അതിന്റെ ബാക്കി ക്ലാസ് കാണണമെങ്കിൽ ക്രാക്ക് ഇറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ ഗേറ്റ് 2026 എന്ന് പറയുന്ന നമ്മുടെ ക്രാഷ് കോഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കയറുക, ബാക്കി ഇതുപോലെ പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്കി സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഡിജിറ്റൽ സർക്യൂട്ട്സ് വരുന്നുണ്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും വരുന്നുണ്ട്. അല്ല, അപ്പൊ രണ്ടും 7-7 ആണ് കഴിഞ്ഞ വർഷം ഇട്ടിരുന്ന വെയിറ്റേജ്. അങ്ങനെയാണ് നോർമലി വരുന്നത്. അപ്പൊ ഡിജിറ്റൽ സർക്യൂട്ട് പറയുമ്പോൾ പോലും അത് ചെറിയ സിലബസ് ആട്ടോ, ചെറിയ സിലബസ് ആണ്. ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മെമ്മറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് റാം ഉണ്ട്, അതുപോലെ നമുക്ക് റോം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം, അങ്ങനത്തെ കുറച്ച് കേസസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. പക്ഷെ കമ്പയർ ടു ദാറ്റ് ഇതിനായിരിക്കും വെയിറ്റേജ് കൂടുതൽ വരുന്നത്. ഡിജിറ്റൽ സർക്യൂട്ട്സ്, നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട്, സീക്വൻഷ്യൽ, ബൂളിയൻ എക്സ്പ്രഷൻ, റെഡ്യൂസിങ്, അതെല്ലാം വരുന്നത്. ഓക്കെ, കെ പ്രൊഡക്ഷൻ, ഓക്കെ, വിൽ ഗെറ്റ് ഓൺ ടു ദാറ്റ്. അപ്പൊ അതാണ് ഡിജിറ്റൽ സർക്യൂട്ട്. അപ്പൊ പെട്ടെന്ന് പഠിച്ചു തീർക്കാനും പറ്റും, നല്ല മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റും കൂടിയാണ് ഡിജിറ്റൽ സർക്യൂട്ട്. പിന്നെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണെങ്കിൽ പോലും ഈവൻ ഓഫ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കുട്ടികളാണ്. ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്, അത് ഡിഫിക്കൽട്ട് അല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഹാവ് ക്വൈറ്റ് എ നമ്പർ ഓഫ് ട്രാൻസ്ഫോംസ് ഉണ്ട് അല്ലെ, ഫോർ എ സീരീസ്, ഫോർ എ ട്രാൻസ്ഫോം, ലാപ്ലാസ്, പിന്നെ നമുക്ക് സെഡ് ട്രാൻസ്ഫോം ഉണ്ട്, DTFT, DFT, ഫോർ എ ഫാസ്റ്റ് ഫോർ എ ട്രാൻസ്ഫോംസിൽ അല്ലെ. അപ്പൊ ഇത്രയും ഒരു 7 ട്രാൻസ്ഫോം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുക. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ നമ്മുടെ ക്ലാസ് എടുത്തേക്കുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് ഓർഡറിൽ എടുത്ത് പോയേക്കുന്നത് അല്ലെ, അതേ ഓർഡറിൽ നിങ്ങളും കൂടെ പഠിച്ചു പോയാൽ കറക്റ്റ് പറഞ്ഞാൽ ഒരു 15 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് പഠിച്ചു തീർക്കാൻ പറ്റും. 15 അവേഴ്സിനുള്ളിൽ ഞാൻ ഈ ക്ലാസ് എടുത്ത് തീർത്തിട്ടുണ്ട്. ആ പ്ലസ് നിങ്ങൾ ഒരു 5 അവേഴ്സ് കൂടി ഡെഡിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ സബ്ജക്ട് തീർക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഓരോ സബ്ജക്റ്റിന് അണ്ടറിൽ നമ്മുടെ ക്രാക്കറ്റ് ആപ്പ് നോക്കിയാൽ മതി. ഒരു സബ്ജക്ട് എടുക്കും, അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യം ഒരു 3 ലെക്ചേഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ കഴിയും. ആ ചാപ്റ്ററിന്റെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സബ്ജക്റ്റിനകത്ത് തന്നെ നമ്മൾ ഏറെക്കുറെ ഒരു 5-6 ടെസ്റ്റ് എഴുതിയാൽ പോകുന്നത്. എന്നിട്ട് ഫുൾ ലെങ്ത് സബ്ജക്ട് ടെസ്റ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും ആ ടെസ്റ്റ് എല്ലാം നമ്മുടെ ഈ ഗേറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അത് പ്രാക്ടീസ് പോകുമ്പോൾ തന്നെ നിങ്ങളൊരു വെൽ ഇക്വിപ്ഡ് ആയ രീതിയിലായിട്ട് നിങ്ങൾ ട്രാൻസ്ഫോം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് വരുന്നത്, നമ്മുടെ സബ്ജക്റ്റിന്റെ വെയിറ്റേജ്. കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നേ സിമിലർ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എയിമിംഗ് ടു സ്റ്റാർട്ട് ഫ്രം December 1st to January 31 വരെ. അതായത് ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 62 ഡേയ്സ് കിട്ടും. അതായത് ഈ 62 ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് ജനുവരി 31 കഴിഞ്ഞാലോ ഫെബ്രുവരി 1 തൊട്ട് 14 വരെ പിന്നെയും നിങ്ങൾക്ക് 2 ആഴ്ച സമയം കിട്ടുക. പക്ഷേ ഐ നീഡ് യു ടു പ്രോമിസ് മീ ദാറ്റ് ആ 2 ആഴ്ച ഗ്യാപ്പിൽ നിങ്ങൾ വേറെ ഒന്നുമേ പുതിയതായിട്ട് പഠിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? 62 ദിവസം കൊണ്ട് ഞാൻ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി 14 ദിവസം only for റിവിഷൻ. നിങ്ങൾ ഈ December 1 തൊട്ട് പഠിക്കാൻ പോകുന്ന ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പറയുന്ന ക്രാക്ക് ഇറ്റ് ആപ്പ് എക്സലൻസ് അക്കാഡമി നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിൽ പോവാണെങ്കിൽ ഈ കറക്റ്റ് ഓർഡറിലാണ് ഞാൻ ഈ ക്ലാസ് ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ സോർട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ ടോപ്പിക്ക് ചിലപ്പോൾ ആ ടെക്സ്റ്റിന്റെ അടുത്ത് വേറൊരു ടോപ്പിക് മറ്റു ടെക്സ്റ്റിന്റെ അടുത്ത് പഠിക്കാൻ നിന്നാൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ ചില ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, നിങ്ങൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു ബേസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഫോളോ ചെയ്യാം. പക്ഷെ ഇല്ലാത്തവർ എന്ത് ചെയ്യുക? നമ്മൾ ഇതുപോലത്തെ ഒരു ക്രാഷ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ 62 ഡേയ്സിൽ ആ ഹൈറാർക്കി അനുസരിച്ച് ഞാൻ ഇട്ടേക്കുന്ന ഓർഡറിൽ പഠിച്ചു തീർത്തിട്ട് എന്ത് ചെയ്യണം? ബാക്കി 14 ഡേയ്സ് only for റിവിഷൻ, only for മോട്ടോർ സോൾവിങ്ങിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, പഠിച്ചു തീർക്കാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ഇറ്റ്. അപ്പൊ ആദ്യം കണ്ടോ, December 1 തൊട്ട് 7 വരെ നെറ്റ്വർക്ക് തിയറി അല്ലെ. അപ്പൊ നെറ്റ്വർക്ക് തിയറി എന്ന് പറഞ്ഞ സമയത്ത് അതിനു വേണ്ടി കണ്ടോ ഞാൻ 1, 2, 3, 4, 5, 6, 7 7 ദിവസമാണ് ഇട്ടേക്കുന്നത്. 7 ദിവസം വെച്ച് എന്താണ്? ഒരാഴ്ച ഇനഫ്. ഈ ഇട്ടേക്കുന്ന ടൈം ലൈൻ ഇസ് മോർ ദാൻ ഇനഫ് ഫോർ യു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഫസ്റ്റ് December 1 നമ്മൾ എന്ത് ചെയ്യണം? സോഴ്സസിനെ പറ്റി, നമ്മുടെ ബേസിക് സോഴ്സസ് ഉണ്ട് അല്ലെ, ഡിപെൻഡന്റ് സോഴ്സ്, ഇൻഡിപെൻഡന്റ് സോഴ്സസ്, പിന്നെ സം കോൺസെപ്റ്റ്സ് ലൈക്ക് കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റന്റ് ഒക്കെ അകത്തുള്ള എനർജി സ്റ്റോർ എങ്ങനെയാണ്, അതിന്റെ ഇക്വേഷൻസ് എന്താണ് അല്ലെ. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസും പിന്നെ മെഷ് അനാലിസിസ്. മെഷ് എന്ന് പറയുമ്പോൾ തന്നെ സൂപ്പർ മെഷ് വരുന്നുണ്ട്, 2 മെഷ് വരാം, 3 മെഷ് വരാം, ഡിപെൻഡന്റ് സോഴ്സ് വരാം, ഇൻഡിപെൻഡന്റ് സോഴ്സ് വരാം, ഇതല്ല AC സോഴ്സ് വരാം, DC സോഴ്സ് വരാം അല്ലെ. ഇത്രയും കാറ്റഗറി വരുന്നത്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സസ് പോയി കണ്ടേക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ആപ്പിൽ ഒരു ലെക്ചേഴ്സ് 1 to 2 2 ലെക്ചേഴ്സ് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലെക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൂട്ടുക ഒരു 1.5 മണിക്കൂറാണ് അങ്ങനെ വരുന്നത്. പിന്നെ എന്താണ് നമ്മുടെ നോഡ് അനാലിസിസ് വരുന്നത്. ഓക്കെ, അതൊരു ദിവസം ഇരുന്ന് പഠിക്കുക. പിന്നെ നെറ്റ്വർക്ക് തിയറംസ് ഏതൊക്കെയാണ്? നമ്മുടെ തെവെനിൻസ് തിയറം, നോർട്ടൺസ്, സൂപ്പർ പൊസിഷൻ, നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, മിൽമാൻ തിയറം അല്ലെ.
ഇത്രയും തിയറംസ് ഉണ്ട്. ഇതെല്ലാം ആപ്ലിക്കബിൾ ടു AC and DC സോഴ്സസ് ഉണ്ട്. അപ്പൊ അത് കുറച്ച് ഹെൽപ്പ് ചെയ്യാണ്ട് യു കെൻ ടേക്ക് 2 days. 2 days പഠിച്ചു തീർക്കാൻ പറ്റും. അതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്തതാണ്. ഇതിന്റെ മീനിങ് ഏതാ? ഈ ഓരോ ഡേ പഠിക്കുമ്പോഴും ആ തിയറി, ഇക്വേഷൻ പ്ലസ് PYQ ഡിസ്കസ് ചെയ്ത് പോകണം. അതാണ് നമ്മുടെ എയിം. പിന്നെ എന്താണ്? ട്രാൻസിയന്റ് അനാലിസിസ് വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസിയന്റ് അനാലിസിസ് വെരി ബ്യൂട്ടിഫുൾ തിങ് ആണ്, ബ്യൂട്ടിഫുൾ തിങ് ടു സ്റ്റഡി ആണ്. കാരണം ടൈം മാറുന്നതനുസരിച്ച് നമ്മുടെ പാരാമീറ്റേഴ്സ് വേരി ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 3 ക്ലാസ്സിന് വേണ്ടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ട്രാൻസിയന്റ് അനാലിസിസ് നമ്മൾ 2 ദിവസം എടുത്ത് പഠിക്കാം. എന്നിട്ട് രണ്ടാമത്തെ ദിവസം നമുക്ക് റെസൊണൻസ് തിയറി കൂടെ പഠിക്കാം. പാരലൽ സീരീസ് റെസൊണൻസ് തിയറി. പിന്നെ എന്ത് ചെയ്യുക? 2 പോയിന്റ് നെറ്റ്വർക്ക്സ് പഠിക്കാം നെക്സ്റ്റ് ഡേ എടുത്തിട്ട് അല്ലെ. ഒരു 3-4 പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ABCD പാരാമീറ്റർ, H പാരാമീറ്റർ, അതുപോലെ AZ and Y അല്ലെ. പിന്നെ ഞാൻ നമ്മുടെ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഒരു ടോപ്പിക് കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. സംതിങ് കോൾഡ് ഗ്രാഫ് തിയറി അല്ലെ. നമ്മുടെ കട്ട് സെറ്റ് മെട്രിക്സ്, ട്രൈ സെറ്റ് മെട്രിക്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ എന്താണ്, ഞാൻ അത് നമ്മുടെ പ്രീവിയസ് ഗേറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 2026 ആ ഒരു ടോപ്പിക് എക്സ്ക്ലൂഡഡ് ആണ്. സോ യു നീഡ് നോട്ട് സ്റ്റഡി ദ ലാസ്റ്റ് ലെക്ചർ നമ്പർ 17. ഞാൻ ഓരോ ലെക്ചറിലും ആ ടോപ്പിക് എഴുതിയിട്ടുണ്ടല്ലോ, പല ഗ്രാഫ് തിയറി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പഠിക്കേണ്ട. ഓക്കെ, ഹാപ്പി അല്ലേ? ഒരു ടോപ്പിക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്മുടെ ഈസി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ടെക്നിക്കൽ എക്സാംസ് വരുമ്പോൾ ഗ്രാഫ് തിയറി ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നെറ്റ്വർക്ക് തിയറി കണ്ടോ, ഞാൻ 7 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എന്താ വരുന്നത്? അടുത്ത ടോപ്പിക്. അടുത്തത് ഡിസംബർ 8 മുതൽ 15 വരെ. അപ്പൊ ഡിസംബർ പകുതി ആയി കണ്ടോ, ഡിസംബർ 50% ആയി. അപ്പോഴേക്കും നമുക്ക് സിഗ്നൽസ് സിസ്റ്റം. അപ്പൊ സിഗ്നലിലാണ് ഞാൻ അത്യാവശ്യം 1, 2, 3, 4, 5, 6, 7, 8 ദിവസം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 8 ദിവസം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ സിഗ്നൽ, സിഗ്നലിന്റെ ടൈപ്സ്, ഓഡ്, ഈവൻ, പീരിയോഡിക് അല്ലെ, എനർജി ആൻഡ് പവർ സിഗ്നൽസ്. ഒരു സിഗ്നൽ നല്ല എനർജി ആണോ പവർ ആണോ, ഈ കാറ്റഗറി ഇതൊക്കെ നമ്മൾ അറിയണം. ഇതെല്ലാം ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്? സിസ്റ്റംസിന്റെ ടൈപ്പും, സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ, കോസൽ ആണോ നോൺ കോസൽ ആണോ, ഒത്തിരി ടൈപ്പ് ഇല്ലേ, ഇതെല്ലാം നമുക്ക് പഠിക്കണം. 1 day is enough. ഓക്കെ, നമ്മളിത് ഓൾറെഡി നമ്മൾ പഠിച്ച ഒരാളാണെങ്കിലും നമ്മുടെ എന്റെ ക്ലാസ് വെച്ചിട്ട് നമ്മുടെ ക്രാക്കിറ്റ് ആപ്പിൽ നിന്ന് ആ ക്ലാസ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഇസ് ഇനഫ്. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഇനി ഒത്തിരി കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? നമ്മുടെ സിഗ്നൽസ് വരുന്ന അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇപ്പൊ കണ്ടിന്യൂസ് ടൈമിൽ എന്തൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം ഫോറിയർ സീരീസ് പഠിക്കുന്നില്ലേ, എക്സ്പെറൻഷ്യൽ, നമ്മുടെ ട്രിഗ്നോമെട്രിക് അല്ലെ, അതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം സീരീസ് ആണ്. ആ സീരീസ് റെപ്രസെന്റേഷൻ എന്താണ്, ആ നമ്മുടെ ഫോറിയർ സ്പെക്ട്രം വരയ്ക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അതൊക്കെ MSQ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. പിന്നെ എന്താ, നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചു അല്ലെ. ഫോറിയർ സീരീസ് നിന്ന് നമ്മൾ അടുത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചാൽ നിങ്ങൾക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു ദിവസം കൊണ്ട് തീർക്കും. കാരണം സിമിലർ ആണ്. ഇവിടെ നമ്മൾ ജിയോമേഗ എഴുതുന്നത്, ഇവിടെ വരുമ്പോൾ നമ്മൾ S ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആൻഡ് ഇക്വേഷൻസും പ്രോപ്പർട്ടീസും പോലും സിമിലർ ആണ്. ഓക്കെ, ആൻഡ് ഇഫ് യു ട്രൈ, നിങ്ങൾക്ക് രണ്ടും കൂടെ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാനും പറ്റും. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഹറിബറി ആക്കണ്ട, ബിക്കോസ് യു ഹാവ് ഇനഫ് ടൈം, 2 ദിവസം പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ ട്രാൻസ്ഫോംസ്. അതിൽ DTFT, Z ട്രാൻസ്ഫോം, DFT വരും അല്ലെ. അപ്പൊ അപ്പോഴേക്കും അത് 3 ദിവസം കൂടി തീർത്താൽ പിന്നെ നമുക്ക് ഇപ്പൊ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യും? സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് കഴിയും. പിന്നെ ഈ ലാസ്റ്റ് ഇട്ടേക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മുടെ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോംസ്. ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോംസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? DIFഉം DITയും. ഓക്കെ, ആ 2 ട്രാൻസ്ഫോംസും പഠിക്കാൻ എളുപ്പമാണ്, ഒത്തിരി ഒന്നുമില്ല. പിന്നെ എന്താണ്, പിന്നെ ഞാൻ ഇവിടെ LTI ഇട്ടത് എന്താണെന്ന് അറിയാം. LTI എന്ന് വെച്ചാൽ നമ്മുടെ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇട്ടേക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമ്മൾ ഇവിടെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് LTI എന്താണ് അല്ലെ. LTI സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം LTI ആണോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ലീനിയറും ടൈം ഇൻവേരിയന്റ് ആവണം. എന്ന് വെച്ചാൽ ലീനിയറിന്റെ ടെസ്റ്റും ടൈം ഇൻവേരിയന്റ് ടെസ്റ്റും കൂടെ അപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ തീർക്കാൻ പറ്റും. പിന്നെ അതിന് ഇവിടെ തന്നെ നമുക്ക് കൺവല്യൂഷൻ ഇന്റഗ്രൽ ഉണ്ട്, കൺവല്യൂഷൻ സം ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇതിന്റെ അകത്ത് തന്നെ വരുന്ന സെക്ഷൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഒന്നും വിട്ടിട്ടില്ല, ഇഞ്ച് ബൈ ഇഞ്ച് നമ്മൾ ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ യു ക്യാൻ കവർ ഇറ്റ് ഇൻ 8 days. ഓക്കെ, ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. ഓക്കെ, പിന്നെ അടുത്തത് ഡിസംബർ 16 to 22 വരെ നമുക്ക് എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാം? കൺട്രോൾ സിസ്റ്റം പഠിക്കാം. കാരണം ഇത് ഉറപ്പിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സബ്ജക്റ്റാണ്. ബാക്കി എല്ലാം നിങ്ങൾക്ക് കിട്ടും, പക്ഷെ കൺട്രോൾ സിസ്റ്റം ഐ നീഡ് ടു ഗ്യാരണ്ടി യു ദാറ്റ് നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 100% ഈ പറയുന്ന കൺട്രോൾ സിസ്റ്റം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബാക്കി എല്ലാ സബ്ജക്റ്റും കിട്ടും, കിട്ടത്തില്ലെന്നല്ല, പക്ഷെ കൺട്രോൾ ഉറപ്പായിട്ടും കിട്ടും. കാരണം അത്ര ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഐ എം പേഴ്സണലി ഫാൻ ഓഫ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കൺട്രോൾ സിസ്റ്റമിൽ ആദ്യം എന്താ വരുന്നത്? ബ്ലോക്ക് ഡയഗ്രം ഡിറ്റക്ഷൻ ഉണ്ട്, പിന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരുന്നുണ്ട് അല്ലെ, ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്.
പിന്നെ കൺട്രോളേഴ്സിനെ പറ്റി നമ്മുടെ എന്താണ് PL കൺട്രോളേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ടൈം റെസ്പോൺസ് അനാലിസിസ് അല്ലെ, ടൈം മാറുന്നതനുസരിച്ച് നമ്മുടെ റെസ്പോൺസ് ഓഫ് സിസ്റ്റം ഇങ്ങനെ മാറുന്നുണ്ട് ഫോർ എ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല അനാലിസിസ് ഡെപ്തിൽ ഡെറിവേഷൻ ആക്കി ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. ആൻഡ് ഇക്വേഷൻസ് എല്ലാം നമുക്ക് വേണം. ആൻഡ് ആ ഡെറിവേഷൻ ചെയ്ത അതേ രീതിയിലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വരുന്നത്. നമുക്ക് മനസ്സിലായി കാണുമല്ലോ, പ്രോബ്ലം ചെയ്യുന്ന അനുസരിച്ച് മനസ്സിലായി കാണും. ഒരു ഇൻപുട്ട് സിഗ്നൽ R എന്നാൽ ആ C റെസ്പോൺസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ആ കേസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം അല്ലെ. ഇതെല്ലാം പീക്ക് ഓവർഷൂട്ട്, ഇതിന്റെ എല്ലാം ഇക്വേഷൻസ് ഉണ്ട്, എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലെക്ചർ ബുക്ക് എടുത്തിട്ട് ഇക്വേഷൻസ് മാത്രം എഴുതി പോവാ. അപ്പം ആ നമ്മുടെ അവസാനത്തെ 14 ദിവസം നിങ്ങൾ അത് മാത്രം നോക്കി റിവൈസ് ചെയ്താൽ മതി. ആ ലെവലിൽ നിങ്ങൾ ഡിസംബർ 1 തീയതി മുതൽ പ്രിപ്പയർ ചെയ്ത് പോവാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഇതുപോലെ വരുന്നുണ്ട്. പിന്നെ എന്താണ് ബോഡി പ്ലോട്ട്. ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷനിൽ പഠിക്കുന്ന ഫ്രീക്വൻസി ഡൊമൈൻ പ്ലോട്ട് ആണ് ബോഡി പ്ലോട്ട്. ബോഡി പ്ലോട്ട് വെച്ച് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് കോമ്പൻസേറ്റർ. ഏതൊക്കെയാണ് PL PD അല്ലെ. അപ്പോ ഇതൊക്കെ നമ്മുടെ എന്താണ് പറയുന്നത് കോമ്പൻസേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരും. ഓക്കെ. പിന്നെ നമ്മൾ നൈക്വസ്റ്റ് പ്ലോട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ റൂട്ട് ലോക്കസ്, RS ക്രൈറ്റീരിയ. റൂട്ട് ലോക്കസ് ഒക്കെ എന്താണ്, ഇതെല്ലാം പ്ലോട്ട് ആണല്ലേ, ഇതെല്ലാം പ്ലോട്ട് ആണ്, ഇത് 3 പ്ലോട്ടാ. അപ്പൊ റൂട്ട് ലോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരു പോൾ ഉണ്ടെങ്കിൽ ആ പോള് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റൂട്ട് ലോക്കസ് അല്ലെ. അപ്പൊ എത്ര പോൾസ് ഉണ്ടോ അത്രയും നമ്മൾ റൂട്ട് ലോക്കസ് എനിക്ക് ഉണ്ടാവും. പിന്നെ എന്താണ് ഈ RS ക്രൈറ്റീരിയ എന്താണ്, ഇറ്റ്സ് ബേസിക്കലി എന്താണ്, സ്റ്റെബിലിറ്റി ടെസ്റ്റ് ആണ്. നമ്മുടെ ഗെയിൻ ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റെബിലിറ്റി അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതായത് പ്ലോട്ട് വരയ്ക്കാണ്ട് തന്നെ ഡയറക്ട്ലി നമ്മുടെ RS ടേബിൾ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറയുന്ന ഗെയിൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാണ്. രണ്ടും ചെയ്യാൻ പറ്റും, ഗെയിൻ കണ്ടുപിടിക്കും, സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാം. അതാണ് RS ക്രൈറ്റീരിയ. അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു ദിവസം മതി നിങ്ങൾക്ക് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അതും ഒരു ചെറിയ ഒരു ടോപ്പിക്കാണ്. അതും കൂടെ കഴിയുമ്പോഴേക്കും കൺട്രോൾ സിസ്റ്റം കഴിയുന്നുണ്ട്. ഓക്കെ. സോ കണ്ടോ, ഡിസംബർ 22 ആകുമ്പോഴേക്കും 3 മേജർ സബ്ജക്ട്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ എന്താണ്, നമുക്ക് ഡിസംബർ 23 തൊട്ട് 28 വരെ എന്ത് പഠിക്കാം, ഡിജിറ്റൽ സർക്യൂട്ട്സ് പഠിക്കാം. അപ്പൊ അതും ഒരു 6 to 7 നമുക്ക് വീട്ടിൽ ചേർന്നതാണ്. അതിൽ എന്തൊക്കെയുണ്ട്, നമ്പർ സിസ്റ്റം, ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം 1 മാർക്കിന്റെ. പിന്നെ ബൂളിയൻ ഓൾജിബ്ര ചെയ്യുന്നു, K-മാപ്പ് ചെയ്യുന്നു, ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. രണ്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്നതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഉണ്ട് അല്ലെ, ആഡർ, സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, മക്സ്, ഡിമക്സ്, എൻകോഡർ, ഡീകോഡർ എല്ലാം വരുന്നുണ്ട്. അതിലെ മക്സ്, ഡിമക്സ് വെരി വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഓക്കെ. അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന DC-യിൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റൻ വരുന്നെങ്കിൽ അത് ആ മക്സിനായിരിക്കും. നോട്ട് ബിക്കോസ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്, ബട്ട് എന്താണ്, അവർക്ക് കുറച്ച് ട്വിസ്റ്റ് ചോദിക്കാൻ പറ്റും. പക്ഷെ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി. ആ മക്സിന്റെ ലോജിക്ക് ഞാൻ പഠിപ്പിച്ച അതേ രീതിയിൽ നമ്മൾ എത്രയാണ്, നമ്മുടെ ഇൻപുട്ട് ലൈൻസ് എത്രയാണെങ്കിൽ എത്ര സെലക്ട് വേണം, അത് വെച്ചിട്ട് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. കോമ്പിനേഷൻ ഓഫ് മക്സസ് വരും അല്ലെ, 2 or 3 ലെയർ മക്സ് വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ പഠിച്ചാൽ മതി, നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ എന്താണ്, കോമ്പിനേഷൻ പോലെ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഉണ്ട്. പിന്നെ കൗണ്ടർ രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ മൂർ ആൻഡ് മീലി ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് വരുന്നുണ്ട്. പിന്നെ അപ്പൊ അത്രയാവുമ്പോഴേക്കും ഡിസംബർ 26 തീയതി ആവും. പിന്നെ 27 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8085 മൈക്രോ പ്രോസസർ തിയറി പഠിക്കാം. 8085 മൈക്രോ പ്രോസസർ തിയറിയില് നമ്മുടെ ഓവർ ദ ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് ഡിഫിക്കൽട്ട് ചെയ്ത്. നമ്മൾ BTech-ലേക്ക് നിങ്ങൾ ടൈമർ, കൗണ്ടർ, ഡിസൈൻ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് 8085ന്റെയും 8051ന്റെയും ഒക്കെ. പക്ഷെ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഡിഫിക്കൽട്ട് വരത്തില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം തന്നിട്ട് അതിന്റെ എൻഡിൽ ഒരു അക്യൂമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ വേർഡ് എന്താണ്, മനസ്സിലായോ, അതിന്റെ ഓപ്പ് കോഡ് എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഓക്കെ. ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് എന്താണ്, നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഒക്കെ എന്താണ്, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് വരത്തുള്ളൂ. ഓക്കെ. സോ യു കെൻ ഡെഫിനറ്റ്ലി മാനേജ് ഇറ്റ്. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ലെക്ചർ ആയിട്ട് 8085 മൈക്രോ പ്രോസസർ പറഞ്ഞിട്ട് ലെക്ചർ ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം, ലോജിക് ഫാമിലിയും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അതുപോലെ അബൌട്ട് മെമ്മറീസും കൂടെ പഠിക്കാം. മെമ്മറിയിൽ എന്തൊക്കെ വരും, നമുക്ക് RAM, ROM, SRAM, DRAM അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും 28 തീയതി ആകുമ്പോഴേക്കും നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാം, ഡിജിറ്റൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് നമുക്ക് ഡിസംബർ ഡിസംബർ കഴിഞ്ഞു. 29 തൊട്ട് 31 തീയതി വരെ ആകുമ്പോഴേക്കും ഡിസംബർ കഴിഞ്ഞു. പിന്നെ ജാനുവരി 1 തീയതി മുതൽ 3 തീയതി വരെ, അതായത് ഡിസംബർ 21 തീയതി മുതൽ ജാനുവരി 3 തീയതി വരെ ആര് പഠിക്കാം, ഇലക്ട്രോണിക് ഡിവൈസസ് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന അനലോഗ് സർക്യൂട്ടിന് 2 റിലേറ്റഡ് സബ്ജക്ട്സ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. EDC പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു എളുപ്പമായിരിക്കും, ഇല്ലെങ്കിൽ 2 പാരലി പഠിച്ചു പോവാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നോർമലി 2 സബ്ജക്ട്സും പാരലി എടുക്കുന്നത്. കാരണം ഇവിടെ BJTയുടെ നമ്മുടെ ഹാർഡ്വെയർ ഞാൻ പഠിപ്പിക്കും, ഫാബ്രിക്കേഷനും അതിന്റെ കരിയർ ട്രാൻസ്പോർട്ട് തിയറിയും അതിന്റെ ടെർമിനൽ കറണ്ട് ഇക്വേഷൻസ് പഠിപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അനലോഗ് സർക്യൂട്ട്സ് പിന്നെ അനാലിസിസ് പഠിപ്പിച്ചാൽ മതി. സോ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ
റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ സബ്ജക്ട് കഴിഞ്ഞ് മറ്റേത് പഠിച്ചാലും മതി. അപ്പൊ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യുവർ കൺവീനിയൻസ്. ഈ ഒരു ഓർഡറിൽ അങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പൊ 29 നമ്മൾ എന്ത് ചെയ്യും? സെമി കണ്ടക്ടർ തിയറിയും എനർജി ബാൻഡ് കോൺസെപ്റ്റ്സും പഠിക്കുക. ഇവിടെ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എന്താണ് ഫെർമി ലെവലിന്റെ പൊസിഷൻ. ഇപ്പൊ ഫെർമി ലെവൽ EF ഇതാണെങ്കിൽ, ഇഫ് ദിസ് ഇസ് EV ആൻഡ് ദിസ് ഇസ് EC ആണെങ്കിൽ EF EVയിൽ നിന്ന് എത്രമാത്രം ഡിസ്റ്റൻസിലാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ഇൻട്രൻസിക് ലെവലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം പൊസിഷൻ വെച്ചിട്ട്. അതുപോലെ ഫെർമി ഡിറാക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അല്ലെ, ഒക്യുപ്പൻസി ഒക്കെ വെച്ചിട്ടും പിന്നെ ഇൻട്രൻസിക് ഏരിയ കോൺസെൻട്രേഷനും ടെമ്പറേച്ചർ റിലേഷനും ഇതൊക്കെ MSQയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവർക്ക് നിങ്ങളെ പരമാവധി കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന MSQ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ചോദിക്കാൻ പറ്റും. എല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ സെമി കണ്ടക്ടർ തിയറി പഠിച്ചിട്ട് കരിയർ കോൺസെൻട്രേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ എക്സസ് കാരിയർ ജനറേഷനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ, റീകോമ്പിനേഷൻ റിലേഷൻ ആ ടെക്നിക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ കരിയർ ട്രാൻസ്പോർട്ട് തിയറി, ഡിഫ്യൂഷൻ, ഡ്രിഫ്റ്റ്, കറന്റ്, പിന്നെന്താണ് നമ്മുടെ പോയ്സൺസ് ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻസ്, ഐൻസ്റ്റീൻ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ഡെറിവേഷൻ അനാലിസിസ് ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നെങ്കിൽ പോലും അതിന്റെ ഫൈനൽ ഇക്വേഷൻസ് മതി നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ എന്താണ് PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റി പഠിക്കുന്നുണ്ട്, BJT, അതിന്റെ ടേമിനൽ കറൻസും ഈ പറയുന്ന പോലെ കരിയർ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, ജനറേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം പഠിക്കുന്നുണ്ട്, കോൺഫിഗറേഷൻസ് ഇൻക്ലൂഡിങ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ മോസ്ഫെറ്റ് തിയറിയെ പറ്റി പഠിക്കുന്നുണ്ട്, മോസ് കപ്പാസിറ്റർ. ഇത് രണ്ട് കോൺസെപ്റ്റ് ഉള്ളത് സെയിം അല്ല അല്ലെ. മോസ് തിയറിയാണ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. അപ്പൊ അതൊരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ട്രാൻസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് മോസ്ഫെറ്റ്, മോസ് കപ്പാസിറ്റർ. പിന്നെ നമുക്ക് ലാസ്റ്റ് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെൽ എന്ന് പറയുന്ന 3 സെക്ഷൻസ്. അത് അധികം ഡെപ്തിലോട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അതിന്റെ മെയിൻ ഇക്വേഷൻസ് മാത്രം പഠിച്ചു പോയാൽ മതി, ബേസിക് വർക്കിംഗ്. അപ്പൊ അത് വെച്ചിട്ട് വല്ല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നോക്കുക. നമുക്ക് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 5 ടെസ്റ്റ് ഉണ്ട് ഇലക്ട്രോണിക് ഡിവൈസസിൽ മാത്രം തന്നെ. അപ്പൊ അതുകൊണ്ട് അതും കൂടെ കാര്യമായിട്ടിരുന്ന് പഠിച്ചിട്ട് ആ ടെസ്റ്റ് കൂടെ സോൾവ് ചെയ്താൽ മതി, നിങ്ങൾ ഡൺ ആയിരിക്കും, 100% ഡൺ ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? പിന്നെ നോക്കിയാൽ അടുത്തത് ജാനുവരി 4 തൊട്ട് 10 വരെ നമുക്ക് എന്ത് ചെയ്യാം? അനലോഗ് സർക്യൂട്ട്സ്. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ചതിന്റെ EDCയുടെ ആപ്ലിക്കേഷൻ ലെവല് ക്ലിപ്പർ ക്ലാമ്പർ റെക്ടിഫയർ നമ്മൾ ആദ്യം പഠിക്കും അല്ലെ. സിഗ്നലിനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്ത് ക്ലാമ്പ് ചെയ്യാൻ പറ്റും, ആൻഡ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു AC സിഗ്നലിനെ DC-യിലോട്ടൊക്കെ ആക്കാൻ പറ്റും, മ്യൂസിക് റെക്ടിഫയർ ചെയ്യാൻ പറ്റും. പിന്നെ BJT, നമ്മൾ മുന്നേ പഠിച്ച BJT എങ്ങനെ ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും, അതിന്റെ അനാലിസിസ് എങ്ങനെയാണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺസെപ്റ്റ് എന്താണ്, പിന്നെ മോസ്ഫെറ്റ് എങ്ങനെ ആംപ്ലിഫയർ ആയിട്ടും അനാലിസിസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ എന്ന് വെച്ചാൽ നമുക്കൊരു ആംപ്ലിഫയർ, മോസ്ഫെറ്റ് ആംപ്ലിഫയർ സർക്യൂട്ട് തന്നാൽ നമുക്ക് എന്ത് ചെയ്യും? ചില കേസസിൽ എനിക്കിപ്പോൾ അതിന്റെ കുറച്ച് സ്മോൾ സിഗ്നൽ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്, അല്ലെങ്കിൽ ഫോർവേഡ് ഗെയിൻ എന്താണ്, അങ്ങനത്തെ ടേംസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ സിഗ്നൽ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. അതല്ല നമ്മുടെ ഒരു മോസ്ഫെറ്റിന്റെ ഡ്രെയിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, അതിന്റെ എന്താണ് ഗേറ്റ് വോൾട്ടേജ് എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കുന്നത് എന്താണ്? അതിന്റെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ്. അപ്പൊ സ്മോൾ സിഗ്നൽ പാരാമീറ്റേഴ്സ് ചോദിച്ചാൽ ആ സർക്യൂട്ടിന്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് വരച്ചിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അല്ലാണ്ട് നമ്മുടെ എന്താണ് ഹാർഡ്വെയർ റിലേറ്റഡ് ഈ പറയുന്ന വോൾട്ടേജും കറണ്ടും ചോദിച്ചാൽ നമ്മുടെ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, ബാക്കി സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഡിവിഷൻ, ആ ഒരു ഡിഫറൻസിയേഷൻ ആണ് നിങ്ങൾ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് തിയറി. പിന്നെ വരുന്ന സെക്ഷൻ എന്താണ്? ഓപാമ്പ് അല്ലെ. ഏറെക്കുറെ നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്, ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇല്ലേ നമ്മുടെ ആപ്പിലുള്ള, അപ്പൊ അത് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെക്കുറെ ഒരു ദ പാസ്റ്റ് ഒരു 33 ഇയേഴ്സിന്റെ ഗേറ്റ് ഉണ്ട് അല്ലെ, 30 ഇയേഴ്സിന്റെ ഗേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു 60-70 ക്വസ്റ്റ്യൻ തന്നെ ഓപാമ്പിലുണ്ട്. ഓക്കെ, ഒരു ഗേറ്റ് എക്സാം എടുത്താൽ തന്നെ നമുക്ക് ഒരു മിനിമം 3 ക്വസ്റ്റ്യൻസ് ഓപാമ്പിന് എക്സ്പെക്ട് ചെയ്യാം. അത്രയ്ക്കും ഫാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് AC എന്ന് പറയുന്ന സബ്ജക്റ്റിന് വെയിറ്റേജ് കൂടുതൽ. കാരണം BJT-നും മോസ്ഫെറ്റിന്റെയും ക്വസ്റ്റ്യൻസ് വരും, അതുപോലെ ഓപാമ്പിന്ന് വരും. ഇത്രയാണ് വരുന്നത്. ഈ 3 ടോപ്പിക്കേ ഉള്ളൂ അനലോഗിന്റെ അകത്ത്, AC-യുടെ അകത്ത് അല്ലെ. അപ്പൊ ഓപാമ്പിന്റെ ആപ്ലിക്കേഷൻസ് ആയി ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, ഷ്മിറ്റ് ട്രിഗർ, നമ്മുടെ എന്താണ് സമ്മിങ് ആംപ്ലിഫയർ, ഡിഫറൻസ് ആംപ്ലിഫയർ, അങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം പഠിക്കുക. അതുപോലെ ഓപാമ്പ് എങ്ങനെ ഒരു ആംപ്ലിഫയർ ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ജസ്റ്റ് ലൈക്ക് BJT മോസ്ഫെറ്റ്, അതിലും ആംപ്ലിഫയർ ഓസിലേറ്റർ ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് അനലോഗിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റൻസ് എല്ലാം ന്യൂമറിക്കലും ആയിരിക്കും, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരിക്കത്തില്ല. EDCയിൽ നമുക്ക് കുറച്ചും കൂടെ MSQ കൈൻഡ് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ 11 തീയതി മുതൽ 16 തീയതി വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സസ് എടുത്തേക്കുന്നപ്പോൾ നമുക്ക് മൊത്തം നമ്മുടെ ആപ്പിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഒരു 15 ലെക്ചേഴ്സ് അടുപ്പിച്ച് കാണും, ഒരു 1.5 മണിക്കൂർ വീതം. പക്ഷേ അത് നമുക്ക് സ്പീഡ് നോക്കി പോകാനേ ഉള്ളൂ. നിങ്ങൾ മെനക്കെട്ടിരുന്ന് ടൈം എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാത്തിനും നോട്ട് ഞാൻ ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടും കൂടെ എടുത്ത് പാരലി വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക്സ്.
അപ്പൊ അതിലെങ്ങനെ വരണ്ടേ? കോർഡിനേറ്റ് സിസ്റ്റം തിയറി, പിന്നെ ഡെൽ ഓപ്പറേറ്റർ എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്, അല്ലെ, പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് നിങ്ങൾ സിലബസ് നോക്കണമെങ്കിൽ കാണത്തില്ല, പക്ഷേ എസ്പെഷ്യലി ഇലക്ട്രിക്കൽ കുട്ടികൾക്ക് ഇത് പഠിക്കാനുണ്ട്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നതിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഈ മാക്സ്വെൽസ് ഇക്വേഷന്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് എന്താണ്, നമ്മുടെ ഗോസസ് ലോ ഒക്കെ പറയുന്നുണ്ട്. ഗോസസ് ലോ വരുന്നുണ്ട്, നമ്മുടെ പിന്നെ എന്താണ് ആംബിയർ സർക്യൂട്ടൽ ലോ ഉണ്ട്, ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഗോസസ് ലോ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ളത്, ഈ നമ്മുടെ എന്താണ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും പഠിച്ചാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവര് ജസ്റ്റ് എന്താണ് ആ രണ്ട് ടോപ്പിക് എടുത്ത് സിലബസ് മാറ്റിയേക്കുക. പക്ഷെ ഡസൻ മീൻ ദാറ്റ് യു ഷുഡ് സ്റ്റഡി, യു ഹാവ് ടു സ്റ്റഡി. എന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ, എന്നാലേ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, പിന്നെ പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ, നമ്മുടെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ്, അതെല്ലാം നമുക്ക് പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷനിൽ പഠിക്കാം. ഓക്കെ, പല ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് നമുക്ക് എന്താണ് നമുക്ക് ഏരിയ പറയാൻ പറ്റും. നമുക്ക് വാക്വം, അതുപോലെ ലോസി, ലോസ്ലെസ് ചാനൽസ്, അങ്ങനെ പല കേസൊക്കെ പറയാറുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്മിഷൻ ലൈനും വേവ് ഗൈഡും, അല്ലെ. അപ്പൊ എന്നിട്ട് ഈ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്നും വേവ് ഗൈഡിൽ നിന്ന് വരുന്ന സിഗ്നലിനെ എനിക്ക് അപ്പുറത്തെ റിസീവറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ആന്റിനയും ഓപ്റ്റിക്കൽ ഫൈബറും, അല്ലെ. അപ്പൊ അത്രയും പഠിക്കാനുണ്ട്, അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ തിയറിയിൽ ആരെയും കൂടി പഠിക്കാൻ, സ്മിത്ത് ചാർട്ടിനെ പറ്റിയും കൂടെ പഠിക്കുന്നുണ്ട്. നോട്ട് ദാറ്റ് നിങ്ങൾക്ക് എക്സാമിൽ വരയ്ക്കാനും വരത്തില്ല, പക്ഷെ അത് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, ഡിസൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പൊ അത്രയാണ് എന്ത് വരുന്നത്, 16 ജനുവരി 16 ആകുമ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സീരിയൽ. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അവസാനത്തെ കോഴ്സ് സബ്ജക്റ്റ് ആയ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിൽ എന്ത് ചെയ്യണം, അതിൽ ആദ്യം കണ്ടു നമ്മൾ റാൻഡം പ്രോസസ് ഓട്ടോ കോറിലേഷൻ PhD പഠിക്കുന്നത്. പക്ഷെ തിങ് ഇസ് ദാറ്റ് നമ്മൾ മാത്സിലെ പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി എന്ത് പഠിപ്പിക്കുന്നുണ്ട്, ഈ റാൻഡം വേരിയബിളിനെ പറ്റിയും റാൻഡം പ്രോസസിനെ പറ്റിയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ച സ്ഥിതിക്ക്, ഓൾറെഡി പഠിച്ച കുട്ടികളാണെങ്കിൽ ഫൈൻ, ഇല്ലെങ്കിൽ മാത്സിന്റെ പഠിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്ലിയർ ആവും. അപ്പൊ ഇവിടെ ജസ്റ്റ് റെപ്പിറ്റേഷൻ വരുന്നത്, അപ്പോൾ ദാറ്റ് ബി ഫൈൻ. കാരണം കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് അതാണ്. അതുകൊണ്ടാണ് ഈ 10 സബ്ജക്ട്സിൽ ഏറ്റവും നമ്മൾ അവസാനത്തെ കോഴ്സ് സബ്ജക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ ഈ മുന്നേ പഠിച്ച എല്ലാ സബ്ജക്ട്സിന്റെ എന്ത് വേണം, ബേസ്മെന്റ് വേണം ഇത് പഠിക്കാൻ. ഓക്കെ, പിന്നെ എന്ത് ഈ അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ മോഡുലേഷൻ ടെക്നിക്സ് ആയ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ പഠിക്കുന്നുണ്ട്. അതിന്റെ മോഡുലേഷൻ, അതിന്റെ ഡിമോഡുലേഷൻ, അതിന്റെ ഫിൽട്ടർ, സർക്യൂട്ട്സ്, ഇതെല്ലാം റിസീവറും അതിന്റെ ഇക്വേഷൻസ് ഉൾപ്പെടെ പഠിക്കണം. എൻവലപ്പ് ഡിറ്റക്ടർ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്രാഷ് കോഴ്സിലും പഠിക്കും. പിന്നെ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള റിസീവർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, എടുത്ത് പറയേണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്, ITC, അല്ലെ. വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണ്. നമുക്ക് ഹാർഡ്ലി ഒരു 2 ലെക്ചേഴ്സ് ഉണ്ട്, ഒരു 2 hours കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് സിഗ്നൽ നമ്മൾ AC നമ്മൾ എന്താ ചെയ്യുക, ഒരു അനലോഗ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു, അല്ലെ. പക്ഷെ നമുക്കറിയാം പ്രാക്ടിക്കലി നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ്, അല്ലെ, അറ്റൻവേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ നമ്മൾ 1s and 0s സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എറർ ഉണ്ടാവും. ആ എറർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് എറർ ഡിറ്റക്ഷൻ കോഡ് പഠിക്കണം. അതാണ് മെയിൻലി ITCക്കകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ ആ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചാനൽ വഴി സെൻഡ് ചെയ്യുന്നല്ലേ. അപ്പൊ ആ ചാനലിലെ കപ്പാസിറ്റി എത്രയാണ്, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഓരോ 1s and 0s എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം, എനിക്കൊരു കോഡ് വേർഡ് എന്നൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ സിമ്പിൾസ് എന്ന് പറയാൻ പറ്റും. കുറെ സിമ്പിൾസ് ചേർന്നുണ്ടാകുന്നതാണ് കോഡ് വേർഡ്. അപ്പൊ ഈ പറയുന്ന ഓരോ സിമ്പിൾസിന്റെയും എനർജിയാണ് എന്ന് പറയുന്നത് എൻട്രോപ്പി, അല്ലെ. എന്നിട്ട് ഞാൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും പറയുന്നുണ്ട്, വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, പ്രോബിലിറ്റി ആണ്. ഇത്രയും കാര്യങ്ങളുള്ള ഇൻഫർമേഷൻ തിയറി കൂടുതൽ പഠിക്കാൻ 1 day is enough. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് പൾസ് കോഡ് മോഡുലേഷനും പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അതിന്റെ ആപ്ലിക്കേഷനായ DPCM പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഷിഫ്റ്റ് കീ മെത്തേഡ്സ് ആയ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫേസ് ഷിഫ്റ്റ് കീയിങ് ഉണ്ട്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ഉണ്ട്, ക്വാം മോഡുലേഷൻ, അതിന്റെ ഡിമോഡുലേഷൻ, സിഗ്നൽ കോൺസ്റ്റലേഷൻ, ബിറ്റ് റേറ്റ്, പ്രോബിലിറ്റി ഫെയർ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വേണം, നമ്മുടെ മാപ്പ് ആൻഡ് മാക്സിമം ലൈക്ലിഹുഡ് ഡിറ്റക്ഷൻസ് പഠിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ചിലപ്പോൾ ബിടെക്കിൽ പഠിച്ചിട്ടുണ്ടാവത്തില്ല, പക്ഷെ ഇറ്റ്സ് ഫൈൻ, വിൽ ബി ലേണിംഗ് ഹിയർ. പിന്നെ മാച്ച് ഫിൽട്ടർ തിയറി വെരി ഇമ്പോർട്ടന്റ് ആണ്, സാമ്പിളിംഗ് തിയറത്തിൽ ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും ജാനുവരി 23 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ തീർക്കുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്, നമ്മുടെ അടുത്ത നിങ്ങളുടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന മാത്സ് എന്ന് പറയുന്നത്, അല്ലേ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുമ്പോ എത്ര ചാപ്റ്റേഴ്സ് വരുന്നത് നോക്കിയേ, 1 2 3 4 5 6 7 ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യം പഠിക്കാൻ പറ്റുന്ന സ്റ്റഫാണ് ഈ പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം.
കാരണം പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി എവിടെ പഠിക്കുന്നുണ്ട്, കുറച്ച് നമ്മൾ ബാക്കി സബ്ജക്ട്സ് അവിടെ എവിടെയായിട്ട് പഠിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഓർഡറിൽ പഠിക്കുക. ലീനിയർ ആൾജിബ്ര ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കാൽക്കുലസ് ഇസ് ഗോയിങ് ടു ബി ഇപ്പൊ ഈ ഉള്ള 7 ചാപ്റ്റേഴ്സിലും കുറച്ച് ഹെഫ്റ്റി ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കാൽക്കുലസാണ്. കാരണം അതിന്റെ അകത്ത് നമ്മുടെ ഒരു എന്താണ് നമ്മൾ ബിടെക്കിൽ പഠിക്കുന്ന ഒരു എൻറ്റയർ സബ്ജക്റ്റ് ആണ് കാൽക്കുലസ് അല്ലെ. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന 3 സെക്ഷൻസ് ആണ് കാൽക്കുലസിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 2 ഡേയ്സിൽ സ്പ്ലിറ്റ് ആക്കിയിട്ടേക്കുന്നത്. പക്ഷെ ദാറ്റ് വിൽ ബി ഇനഫ്, നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. 2 days ഇറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ, പിന്നെ പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രോബിലിറ്റിയുടെ അകത്തൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സൊല്യൂഷൻസ് ആണ്. കാരണം എന്താണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അല്ലെ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ, ആ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ PDF ഇക്വേഷൻ എന്താണ്, അതിന്റെ മീൻ, വേരിയൻസ്, ഇതെല്ലാം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡയറക്ട്ലി വരുന്ന ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഒന്ന് വായിച്ചെടുത്താൽ നമ്മൾ ഒത്തിരി ഏസിന്റെ നമ്മുടെ എന്താണ് കാർഡിന്റെ ക്വസ്റ്റ്യൻസും നമ്മുടെ ഡൈസിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലും കൂടുതൽ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരത്തില്ല. കാരണം അത്രയ്ക്ക് മാക്സിമം എല്ലാ രീതിയിലും കവർ ചെയ്താൽ മാത്സിന്റെ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് കാണാം. എന്നിട്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി, അത് എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ODE എന്താണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാ വരുന്നത്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതും എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യും. ഓക്കെ, പിന്നെ ന്യൂമറിക്കൽ മെത്തേഡ് പറയണ്ടല്ലോ, വെരി ഈസി പീസി സ്റ്റഫ് ആണ് അല്ലെ. ആകെ ഒരു വന്നാൽ തന്നെ 1-2 മാർക്കിനെ വരത്തുള്ളൂ. മാക്സിമം 2 മാർക്ക് ഇല്ലെങ്കിൽ 1 മാർക്ക്. കാരണം അത് പഠിക്കാനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് സിലബസ് വളരെ കുറച്ചുള്ളൂ. സിംപ്സൺസ് റൂള്, പിന്നെ നമ്മുടെ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്, ബാക്ക്വേർഡ് ഡിഫറൻസ്, ഫോർവേഡ് ഡിഫറൻസ്, അങ്ങനെ വളരെ ഹാർഡ്ലി നിങ്ങൾക്ക് കയ്യിലെണ്ണാൻ പറ്റുന്ന ഒരു 5-6 മെത്തേഡ് വരും അല്ലെ. അപ്പൊ അത് നമ്മുടെ ബിടെക്കിൽ നമ്മൾ ചെയ്യുമ്പോഴേക്ക് നമ്മൾ എന്താണ് ഐട്രേഷൻസ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഐട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു 5-6 ഐട്രേഷൻ അല്ലെങ്കിൽ 7-8 ഒക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആൻസർ നമ്മൾ ഉദ്ദേശിക്കുന്ന 4 ഡെസിമൽ പ്ലേസിലൊക്കെ നമുക്കൊരു റൗണ്ട് അബൌട്ട് വാല്യൂ കിട്ടുന്നത്. പക്ഷെ ഗേറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന അവർക്കും അറിയാം, നമുക്കും അറിയാം, നമുക്ക് അത്ര ടൈം ഇല്ല ഐട്രേഷൻ ചെയ്തെടുക്കാൻ. അപ്പൊ അതുകൊണ്ട് മാക്സിമം 2 അല്ലെങ്കിൽ 1 ഐട്രേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തരത്തുള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് ഏറെക്കുറെ എവിടെയെങ്കിലും കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കറക്റ്റ് ആയി വരാൻ പോകുന്നത്. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ചാൻസ് കുറവാണ് ഇതിന്റെ കേസിൽ, ന്യൂമറിക്കൽ മെത്തേഡിന്റെ കേസിൽ. പിന്നെ എന്താണ് വെക്ടർ അനാലിസിസ്. നിങ്ങൾ EMT പഠിക്കുമ്പോൾ നിങ്ങൾ കേളും ഡൈവേർജൻസും സ്റ്റോക്സ് തിയറവും ഡൈവേർജൻസ് തിയറവും പഠിക്കുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതും അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ കൂടെ വരുന്നുണ്ട്. നിങ്ങൾ അതവിടെ പഠിച്ചാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു. അത് നിങ്ങൾ ഈസി സ്റ്റുഡൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് കോംപ്ലക്സ് അനാലിസിസ്, നമ്മുടെ ഗ്രീൻസ് തിയറവും കോഷി തിയറവും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് വണ്ടിയിൽ തീർക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ജാനുവരി 31 കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിലബസ് നമ്മൾ ബൈ വരെയാണ് അല്ലെ, ബൈ വരെയാണ്. അപ്പൊ അതോടുകൂടി നമ്മുടെ സിലബസ് തീർക്കാൻ പറ്റുന്ന രീതിയിലായിട്ടേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലേ, അത്ര ഹെഫ്റ്റി സിലബസ് 4 ദിവസം കവർ ചെയ്യാൻ ഇട്ടേക്കുന്നത് നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ സമാധാനം വിട്ടിരുന്ന് പഠിക്കാവുന്ന രീതിയിൽ തന്നെ ഇട്ടേക്കുന്നത്. അങ്ങനെ തീർത്താൽ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണ്, സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ ഏത് ഡേറ്റ് ആണ്, നമ്മുടെ ഫെബ്രുവരി അല്ലെ, ഫെബ്രുവരി 1 തൊട്ട് 14 വരെ പ്യുവർലി നമുക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് മാത്രം എഴുതി പ്രാക്ടീസ് ചെയ്യാം. അത് നമ്മുടെ ക്രാക്കിറ്റ് ആപ്പ് എക്സലൻസ് അക്കാഡമി പോവാണെങ്കിൽ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ അകത്ത് തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മൾ ഇടുന്നതായിരിക്കും. ആ മോക്ക് ടെസ്റ്റ് എല്ലാം ഒരു 3-4 മോക്ക് ടെസ്റ്റ് വരുന്നതായിരിക്കും. എന്ന് പറയുമ്പോൾ ഫുൾ സബ്ജക്ട് അത് ഓൾ ഇന്ത്യ എല്ലാ സ്റ്റുഡൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇടുന്നേ ആ ഒരു മോക്ക് ടെസ്റ്റ് മാത്രം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് കമ്പാരിസൺ കിട്ടും, നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും എന്നൊരു എസ്റ്റിമേഷനും പ്രഡിക്ഷനും കൂടെ നമുക്ക് അതിന് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോർ ദോസ് സ്റ്റുഡൻസ്, അപ്പോൾ ഓൾറെഡി ഇതുവരെ പഠിച്ച് വന്ന് കുട്ടികൾക്കാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇനി അല്ല നിങ്ങൾ അപ്ലൈ ചെയ്തു പക്ഷേ പഠിച്ചു തീർക്കാൻ പറ്റിയില്ല, ഇടയ്ക്ക് വെച്ചൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത കുട്ടികളാണെങ്കിൽ പോലും they can join our Crack It Up by Excellence അക്കാഡമിയിലുള്ള ഗേറ്റ് കോഴ്സ് ജോയിൻ ചെയ്യാം. ആൻഡ് ഈ 62 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് സിലബസും തീർക്കാം. can assure you നിങ്ങൾക്ക് ഒരു 60+ മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 60+ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഏറെക്കുറെ നമ്മുടെ 60+ അല്ല 70+ നിങ്ങൾക്ക് കിട്ടും. കാരണം 80 എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഒരു ഹയസ്റ്റ് മാർക്ക് വരുന്നത്. 70+ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ആൻഡ് ഫോർ എനി അതർ, അപ്പം ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഫിയർ ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് 62 ഡേയ്സ് ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക, ഉറപ്പായിട്ട് തീർക്കാൻ പറ്റും. Okay, my dear students, so thank you for listening. Okay, so I hope this class was very useful to you, and all the very best to every one of my dear students. Okay, നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും കൺസേൺസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പർ
ഈ കാണുന്ന ഈ ഒരു നമ്പർ അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. യു ക്യാൻ കോൺടാക്ട് യുവർ സ്റ്റുഡൻറ് സപ്പോർട്ട് ടീം. ഓക്കെ എവ്രി വൺ. ഓക്കെ, സോ വിൽ മീറ്റ് ഫോർ അനദർ ക്ലാസ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ പ്രീവിയസ് വീക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ അപ്ലോഡ് ചെയ്യാം. സോ വിൽ സീ അഗൈൻ. താങ്ക് യു.